ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് ആയിട്ടുള്ള ആസാദ്പൂർ മണ്ടിയിൽ ഇറങ്ങാൻ നിങ്ങൾ ആസാദ്പൂർ മെട്രോയിലല്ല ആദർശ് നഗർ മെട്രോയിലാണ് ഇറങ്ങേണ്ടത്. അവിടെ നിന്ന് കയറുന്ന ഉടനെ നിങ്ങൾക്ക് 3-4 സ്റ്റോൾ കാണാൻ പറ്റും. എന്താ നോക്കിക്കഴിഞ്ഞാൽ ബീഫ് ബിരിയാണിയാണ് ഇവർ പബ്ലിക് ആയിട്ട് വിൽക്കുന്നത്. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ പബ്ലിക് ആയിട്ട് വിൽക്കാൻ പറ്റുമെന്നൊക്കെ. ജമസ്ജിദൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഞാനൊരു പ്ലേറ്റ് വാങ്ങി. അതിൻ്റെ കൂടെ ഒരു മധുരമുള്ള ചോറ് പോലത്തെ തോന്നുന്നു. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇഷ്ടം പോലെ എണ്ണയായിരുന്നു. അങ്ങനെ ഞാൻ നടന്നു കയറുന്നത് ആദ്യം ഫ്രൂട്ട്സ് മാർക്കറ്റിലാണ്. സീസൺ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ തണ്ണിമത്തൻ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ 9 രൂപ 12 രൂപയ്ക്കുള്ള കിലോയ്ക്ക്. അങ്ങനെ വേണ്ട മസ്ക് മെലൻ, വേറെ ഏതൊക്കെയോ മെലൻസ്, പിന്നെ ആപ്പിളിന് സ്റ്റിക്കർ ഒട്ടിക്കുന്ന സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. മാങ്ങാപ്പഴം, ലീച്ചി എന്ന് വേണ്ട എനിക്കറിയത്തില്ല, എല്ലാം പെട്ടികയായിട്ട് ഇവർ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ 2-3 പെട്ടി എടുത്തിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി ഇരട്ടിയുടെ ഇരട്ടിക്ക് വിറ്റാൽ പോലും വാങ്ങുന്നതിന് ഇത് ഭയങ്കര ലാഭമെന്ന് തോന്നിപ്പോയി. അങ്ങനെ ഞാൻ അടുത്ത് ചെന്നത് പച്ചക്കറി ചന്തയിലോട്ട്. ചന്ത എന്നൊക്കെ പറഞ്ഞാൽ ഇതാ ചന്ത. മിക്ക പച്ചക്കറികൾ ഇവിടെ ലേലത്തിനാണ് വിൽക്കപ്പെടുന്നത്. അതിൻ്റെ പേരിൽ അടിയും. ചില പച്ചക്കറികളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഇവിടെ വന്നേ പിന്നെ. അങ്ങനെ നോക്കിയപ്പോൾ ദേണ്ട നമ്മുടെ ചക്ക അല്ല, ഒറീസയിൽ നിന്ന് വരുന്ന കറി വെക്കാനുള്ള ചക്കയാണ് കേട്ടോ, നമ്മുടെ അല്ല. ചക്ക മാത്രമല്ല, കരി കണ്ടപ്പോൾ ഞാൻ കൺഫ്യൂഷനായി. ഇത് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ആയിരിക്കുന്ന. ബാംഗ്ലൂരിൽ കരിക്കിനെ ഇവിടെ ഡിമാൻഡുള്ളൂ. ഇഞ്ചിയൊക്കെ വൃത്തിയാക്കുന്നത് ഇവിടെ ഒന്ന് സ്പ്രെയർ കൊണ്ട് അടിച്ച് വൃത്തിയാക്കി ചാക്കിലാക്കി വെക്കും. പല സെക്ടറുകളായിട്ട് തിരിച്ചിട്ടുള്ള ഈ 65 ഏക്കറോളം വരുന്ന മാർക്കറ്റ് കണ്ടു തീർക്കാൻ എൻ്റെ ആയുസ് പോരുന്ന മനസ്സിലാക്കി ഞാൻ ഇവിടെ നിന്ന് സ്കൂട്ടായി.